ഗുഡ് മോർണിംഗ് എവരിബഡി. അപ്പോൾ ഇന്നത്തെ തുടക്കം രാവിലെ തന്നെ അടുക്കളയിൽ നിന്നാകാം എന്ന് വിചാരിച്ചു. എന്താ ഞാൻ കറിക്കൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തലേദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോയാബീൻ മിക്ക ദിവസവും നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് സോയാബീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. സോയാബീൻ കറിയല്ല, ഫ്രൈ ആക്കി കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ മുരിങ്ങയിലയാണ്. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായിട്ടുള്ള മുരിങ്ങയില. പിന്നെ നല്ല ചക്കക്കുരുവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തുടങ്ങാം. ആദ്യം തന്നെ എന്നത്തെയും പോലെ നമ്മുടെ കട്ടൻ കാപ്പി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിങ്ങനെ കുടിച്ചിട്ട് വേണം നമ്മുടെ ഓരോ പണികളിലേക്ക് കിടക്കാൻ. ഇന്നത്തെ ദിവസം ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് മാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലാതെ ഒരു ഡേ ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ കഞ്ഞി കുടിക്കാം എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, രാവിലെ കഴിച്ചിട്ട് പോകാനും ഒക്കെ എളുപ്പമുണ്ട്. അപ്പോൾ നമ്മുടെ കഞ്ഞിയുടെ വിഭവങ്ങളാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. കഞ്ഞി, മുട്ട പൊരിച്ചത്, പിന്നെ നമ്മളുടെ മുരിങ്ങയില കറി, അങ്ങനെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ വെളിയിലത്തെ ആ ഒരു മഞ്ഞും ആ തണുപ്പും ഫ്രഷ് എയറൊക്കെ അതൊക്കെ കൊണ്ടിങ്ങനെ ഞാൻ നിന്നപ്പോൾ ഒരു ചെറിയ ക്ലിപ്പിങ്സ് എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇന്നൊരു ഓഫ് ഡേ ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ലഞ്ച് കാണിക്കാം. ലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ മീൻകറിയുണ്ട്, പയറ് മെഴുക്കുവരട്ടിയുണ്ട്, പിന്നെ നല്ല ഒരു മീൻ വറുത്തതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഒരു അടിപൊളി ലഞ്ചൂടെ ആയ ഇന്നത്തെ ദിവസം തന്നെ കുശാലാണ്. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ക്ലിപ്പിങ്സ്. ഒരു ഡേ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള തിരക്കുകളിലേക്ക് പോകുമ്പോൾ വീഡിയോയും കൂടെ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം വെളിയിലേക്ക് പോയി. ഓഫ് ഡേ ആണെങ്കിൽ മിക്ക ദിവസവും തന്നെ ഒന്നെങ്കിൽ വെളിയിൽ പോകും, അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് നമ്മുടെ കുഴിമന്തി. കുഴിമന്തി കഴിക്കാം എന്ന് പറഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, പോകാനും കഴിക്കാനും ഒക്കെ. അപ്പോൾ ആദ്യം തന്നെ അവർ കൊണ്ടുവച്ച സലാഡാണ് കേട്ടോ. ആ സലാഡ് കൊണ്ടുവച്ച പാടെ സലാഡും മയണൈസിൽ കൂട്ടി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കുഴിമന്തി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് മിക്കപ്പോഴും തീർന്നു പോകുന്ന ഒരു സാധനമാണ് സലാഡ്. അങ്ങനെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു പുതിയ വ്ളോഗായിട്ട് സീ യു അഗെയിൻ.